എൻ്റെ ഗുരുതുല്യനായ സഹോദരനുണ്ടായിരുന്നു കുവൈറ്റിൽ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന് സർവേശ്വരൻ മഗ്ഫിറത്ത് നൽകട്ടെ, ആമീൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു ഉപമ. മനുഷ്യർ 3 വിഭാഗമായിട്ട് അദ്ദേഹം തരംതിരിക്കുമായിരുന്നു. അതിലൊന്ന് ആന. ആന എപ്പോഴും സ്ട്രോങ് ആണ്, അവരുടെ തീരുമാനങ്ങളും സ്ട്രോങ് ആണ്. അപ്പോൾ അവരെ ആയിരിക്കും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും പറ്റില്ല. എന്നിട്ട് അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അത് കൂടുതലും നാട്ടിലാണ് ഉണ്ടാവുക, ആ വിഭാഗം. പിന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുറുക്കനാണ്. വളരെ തന്ത്രശാലികൾ, വളരെ സ്മാർട്ടായിട്ടുള്ളവർ. അവർക്ക് നിൽക്കേണ്ടടുത്ത് നിൽക്കാനും ഇരിക്കേണ്ടടുത്ത് ഇരിക്കാനും പോകേണ്ടടുത്ത് പോകാനും പറയേണ്ടടുത്ത് പറയാനൊക്കെ അറിയും. അവർ വളരെ ഏത് വിഷയങ്ങളാകുമ്പോഴും തന്ത്രപരമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്, മുഴലിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും വീക്കാണ്. അപ്പോൾ അവർ ചൂഷണങ്ങൾക്ക് എപ്പോഴും വിധേയമായിക്കൊണ്ടേയിരിക്കുന്നൊരു വിഭാഗമാണ്. എത്ര ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും വീണ്ടും അവരുടെ മനസ്സ് പ്രയാസങ്ങളോ ആരുടെയെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പം മനസ്സലിയും. വീണ്ടും അവരുടെ കയ്യിലില്ലെങ്കിൽ അത് മറ്റുള്ള ആരുടെ നിന്നെങ്കിലും വാങ്ങും. അതുമല്ലെങ്കിൽ പിന്നെ അവർ എന്തിനെങ്കിലൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചതായാലും അത് മാറ്റിയിട്ട് ഈ പ്രയാസങ്ങൾ പറയുന്നവരെ സഹായിക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ഭൂരിഭാഗവും ഈ പ്രവാസികൾ. ഈ പ്രവാസികളെപ്പോഴും അദ്ദേഹം ഉപമിക്കുക മുഴലിനോടാണ്. ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി, വയനാട്ടിൽ. അപ്പോൾ എല്ലാവരെയും വേദനിപ്പിച്ച, എല്ലാവരും മനസ്സ് തകർത്ത് കളഞ്ഞ ഒരു വിഷയമാണത്. പക്ഷേ ആ ദുരന്തഭൂമി പിന്നെ അനുഗ്രഹമായി കാണുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റും സജീവമായിട്ട് കാണുന്നുണ്ട്. പിന്നെ കടലാസുകളിൽ മുമ്പ് പറയാറുണ്ട്, കടലാസ് സംഘടനകളൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. കടലാസുകളിലില്ല പോലുമില്ലാത്ത പല സംഘടനകളും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ വയനാട് പിന്നെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സജീവമായിട്ട് പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ കൂടുതലും പെടുന്നത് വളരെ പാവപ്പെട്ട ഈ മുയലിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരുപാട് പ്രവാസികളാണ്. എന്ന് പറഞ്ഞാൽ ആനയെ ആയിരിക്കും അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ, ചതിക്കാനും പറ്റില്ല. പിന്നെ ഉള്ളത് കുറുക്കനാണ്, അവർ സ്മാർട്ടായിട്ട് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഈ കുറുക്കൻ്റെ രൂപമണിഞ്ഞ കുറച്ച് ആൾക്കാർ നമ്മുടെ ഈ പ്രവാസികൾക്കിടയിലും ഇപ്പം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മുഴലുകളെയാണ്. അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് സംഘടനകളും, സംഘടന എന്ന് പറയാൻ പറ്റാത്ത സംഘടനകളും, അതുപോലെ കടലാസുകളിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലാസുകളിൽ പോലും ഇല്ലാത്ത സംഘടനകളൊക്കെ ഇപ്പോൾ പിരിവിനിറങ്ങിയിരിക്കുക. എല്ലാവരുടെയും ഉദ്ദേശം വയനാടിനെ പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കങ്ങനെ സഹായിക്കാനുണ്ടെങ്കിൽ ഒരുപാട് വളരെ വിശ്വാസയോഗ്യമായ ഒരുപാട് മേഖലകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള മേഖലകളിൽ 1 ദിനാറായാലും 2 ദിനാറായാലും 5 ദിനാറായാലും കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതെവിടത്തേക്ക് ചെന്ന് ചേരും, ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കൊടുക്കുക. കാരണം ദാനധർമ്മങ്ങൾ ആപത്തിനെ ദൂരീകരിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചതിയിൽ പെടേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.